നിങ്ങൾ ഈ കാണുന്നത് ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന DC വോൾട്ട് മീറ്ററും DC ആംബിയർ മീറ്ററും അതേപോലെ DC കൺട്രോൾ ചെയ്യാനുള്ള 125 ആംബിയറിൻ്റെ MCBയും വെച്ചിട്ടുള്ള ഒരു പവർ ബോക്സ്. അപ്പോൾ ഇതിൽ DC കണക്ട് ചെയ്യാനുള്ള വയർ ഓൾറെഡി നമ്മളിവിടെ 10 സ്ക്വയർ mm വയറാണ് എടുത്തിരിക്കുന്നത്. നേരെ ബാറ്ററിയിലോട്ട് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ ഇതിലൊരു മെയിൻസ് വയറുണ്ട്. ഇതൊരു 2 പിൻ മെയിൻസ് വയറാണ്. ഇത് AC കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് 2 മീറ്ററുകളാണ് ഉള്ളത്. 2 ഹൈലൈറ്റ് ചെയ്യുന്ന മീറ്റർ തന്നെയാണ്. അപ്പോൾ AC മെയിൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതാണ്. റെഡ് കളർ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ആംബിയറും വോൾട്ടും എത്ര ദൂരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും എളുപ്പത്തിൽ കാണാൻ പറ്റും എന്നതാണ്. മെക്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ വോൾട്ട് മീറ്ററും ആംബിയർ മീറ്ററുമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ മീറ്ററുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മീറ്ററിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അതേപോലെ ആംബിയർ മീറ്റർ ഇതിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഷണ്ട് വഴിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷണ്ട് 100 ആംബിയറിൻ്റെ ഷണ്ടാണ്. അപ്പോൾ ആ ഒരു ഷണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിനെക്കുറിച്ചും ഈ ഷണ്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മാനുവലായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പവർ ബോക്സ് ആണ്. അപ്പോൾ ഇതൊരു പഴയ ക്യാബിനറ്റിൽ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ മുകളിൽ ആംബിയർ മീറ്റർ ആണ്. മെക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ആംബിയർ മീറ്റർ A എന്ന് എഴുതിയിട്ടുണ്ട്. താഴത്ത് വോൾട്ട് മീറ്റർ ആണ്. ഇതൊരു പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ആംബിയർ മീറ്ററും വോൾട്ട് മീറ്റർ ആയാലും പൊളാരിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും അല്ലെങ്കിൽ ഇൻ ഔട്ട് മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഈ ആംബിയർ മീറ്ററിൽ മൈനസ് ചിഹ്നം കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇൻ ഔട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കുമ്പോൾ അതിലോട്ട് ഇന്നും ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യുമ്പോൾ ഔട്ടുമാണ്. അപ്പോൾ ആ പൊളാരിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ടോഗൽ സ്വിച്ച് വെച്ചിരിക്കുന്നു. 2 വേ പൊസിഷനിലുള്ള ടോഗൽ സ്വിച്ചാണ്. പിന്നെ ഇവിടെ DC കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു 125 ആംബിയറിൻ്റെ DC MCB ആണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്ത് ഈ മെറ്റൽ ക്യാബിൻ്റെ ഉള്ളിൽ ഒരു കഷ്ണം പ്ലൈവുഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഷണ്ടും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ മെറ്റൽ ബോഡിയായിട്ട് ഷോർട്ട് വരാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് വശമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 60 ആംബിയറിൻ്റെ ഒരു 2 പിൻ കണക്ടറാണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ചെറിയ സൈസിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ക്യാബിനറ്റിൽ വെച്ചിട്ട് ഇതുണ്ടാക്കിയാൽ മതി. ഇതിന് പ്രത്യേകിച്ചൊരു ക്യാബിനറ്റിൻ്റെ ആവശ്യമില്ല. അപ്രോക്സിമേറ്റ് ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഷണ്ട് വെക്കുന്നതിന് ഇത്ര നീളം വരുന്നുണ്ട്. അതിൻ്റെ വീതി ഇത്രയുള്ളെങ്കിലും ഈ മീറ്റർ ഇത്രയും ഭാഗം വരുന്നതുകൊണ്ട് ബാക്കി ഇത്രയും സ്പേസിൽ ഷണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കണക്ടറും അതിൻ്റെ വയറുകളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമെങ്കിൽ ഏകദേശം ഇത്രയും സൈസുള്ളത് വേണം. പിന്നെ ഇതിൻ്റെ പൊക്കം 5 ഇഞ്ചോളം പൊക്കമുള്ളത് കൊണ്ട് നമുക്ക് ഈ 2 മീറ്ററും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പവർ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുക്കുന്നതിന് പകരം DC പവർ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഓക്സിലറി സപ്ലൈ ആയ AC കണക്ട് ചെയ്യാം. AC ഞാൻ ഓൺ ചെയ്ത് ഇതിൻ്റെ പവർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ആംബിയർ മീറ്ററിൽ 3 ഡിജിറ്റ് പോലെ, അതായത് 0.00 ആണ്. വോൾട്ട് മീറ്ററിൽ 0.0 ആണ്. DC ഇതിലോട്ട് ഓൺ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് DC ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. DC ഓൺ ആയിട്ടുണ്ട്. 12.5 ആണ് DC വോൾട്ട് കാണിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇൻവെർട്ടറുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ആംബിയർ ഇൻ ഔട്ട് നമുക്ക് അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ യൂണിറ്റ് ഒരു ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആംബിയർ റീഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ വോൾട്ടേജ് 12.3 ആംബിയർ, ഏകദേശം ഒരു 11 ആംബിയറുമാണ് ഈ ഇൻവെർട്ടർ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലോട്ട് DC ഇൻ മോഡാണ് വന്നിരിക്കുന്നത്. ഇനി ഔട്ട് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ബാറ്ററി ചാർജിങ് മോഡാണ്. അപ്പോൾ നമുക്കിവിടെ വോൾട്ടേജ് കൂടുകയും ആംബിയർ റിവേഴ്സ് വരികയും ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ ചാർജിങ് നടക്കുന്നുണ്ട്. 7.5 ആംബിയറിൽ ചാർജിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈനസ് കാണിച്ചിരിക്കുന്നത് ഇത് റിവേഴ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ പൊളാരിറ്റി സ്വിച്ച് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് പോയിൻ്റ് മാറ്റിയിടാവുന്നതാണ്. ഇപ്പോൾ ബാറ്ററി ചാർജിങ് നടക്കുന്നതുകൊണ്ട് ബാറ്ററിയുടെ വോൾട്ടേജ് കൂടുന്നുണ്ട്, 13 വോൾട്ടേജായി. അപ്പോൾ ഇതാണ് ഈ ഒരു
യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പർപ്പസിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു യൂണിറ്റായിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനും ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു നടക്കാനും പറ്റുന്ന ഒരു ഉപകരണമാണിത്.